നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ ഗോവർദ്ധനം ഉയർത്തുന്ന ആ ഒരു ഗോവർദ്ധനധാരിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഗോവർദ്ധനം ഉയർത്തിക്കൊണ്ട് വൃന്ദാവനത്തിലെ എല്ലാ വ്രജവാസികളെയും ഒരുപോലെ രക്ഷിച്ച ആ ഒരു രക്ഷകനായിട്ടുള്ള ഗോവർദ്ധനനെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം, പേര് മനസ്സിലായില്ല കേട്ടോ. റോക്സ് ഗെയിമിംഗ് എന്നാണ് കാണുന്നത്. എനിക്ക് ആമവാദമാണ്, നടക്കാൻ വയ്യ, 36 വയസ്സുണ്ട്. വർഷങ്ങളായിട്ട് ഞാൻ നാമം എഴുതിയ പുസ്തകം ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോയി സമർപ്പിക്കാൻ ഒരുപാട് നേരം വൈകുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ എന്ന് ചോദിച്ചിരിക്കണേ കേട്ടോ. ഒരു കുഴപ്പമില്ല. നമ്മളെക്കാൾ മനസ്സിലാക്കുന്ന ഉണ്ണികൃഷ്ണനുള്ളപ്പോൾ നമ്മൾ എന്തിനാ അങ്ങനെ വിഷമിക്കണേ? അങ്ങനെ അദ്ദേഹത്തിനോട് തന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ. ഇത് സ്വന്തം കൈകൊണ്ട് തന്നെ അവിടെ സമർപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഗുരുവായൂരപ്പ, ഞാൻ വന്ന് തൊഴാൻ എനിക്ക് സാധിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. വാതരോഗ നിവാരകനെ എന്തായാലും വിളിച്ചോളൂ. ഗുരുവായൂരപ്പൻ കൈവിടില്ല, ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അടുത്ത ചോദ്യം, സിന്ധു ശ്രീജിത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സാധാരണ നോട്ട്ബുക്കിൽ നാമം എഴുതിയിട്ട് സോപാനത്തിൽ സമർപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല. സാധാരണ നോട്ട്ബുക്കിൽ തന്നെയാണ് ഭഗവാന്റെ നാമങ്ങൾ എഴുതിയിട്ട് സമർപ്പിക്കാറുള്ളത്. അതിനങ്ങനെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല കേട്ടോ. മണ്ഡപത്തിലോ അല്ലെങ്കിൽ സോപാനത്തിലോ അകത്ത് കടക്കാൻ സാധിച്ചിട്ടില്ല വെച്ചാൽ കൊടിമരത്തിൻ്റെ ചുവട്ടിലോ സമർപ്പിച്ച് തൊഴുത് നമസ്കരിക്കാം. അടുത്ത ചോദ്യം, സൗമ്യ സലീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറാനുള്ള വഴിപാട് എന്താണ് ഗുരുവായൂരപ്പന് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാടെന്ന് പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ സത്സംഗം ശരിക്കും അങ്ങനെ തന്നെയായി മാറും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറയണില്ല. പക്ഷേ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ അവില് ഷീട്ടാക്കിയാൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കുചേലവൃത്തം കഥയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് പണ്ട് കുചേലൻ ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിച്ച ആ ഒരു അവിൽ കിഴി, അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന് അവിൽ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഗുരുവായൂരപ്പന് അവിൽ നേദിക്കണമെങ്കിൽ നമ്മൾ ഷീട്ടാക്കുക തന്നെ വേണം. നമ്മൾ കിഴികിട്ടി അവിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത് ശ്രീലകത്തേക്ക് എടുക്കില്ല. അപ്പോൾ അവിടെ എല്ലാ ദിവസവും അത്താഴപൂജയ്ക്ക് അവിൽ നിവേദ്യമുണ്ട്. 21 രൂപയാണ് അവിൽ ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ അത് എല്ലാ ഭക്തർക്കും ഇനി വരുന്ന സമയത്ത് ഷീട്ടാക്കാൻ സാധിക്കട്ടെ. അവിൽ കൊണ്ട് തുലാഭാരം തൂക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, ആർച്ചാവി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, അഷ്ടമിരോഹിണിയുടെ അവതാരം വരുന്ന തരത്തിലുള്ള സപ്താഹം നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അത് ദേവസ്വം വക സപ്താഹമാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതല്ലാതെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഡേറ്റിനനുസരിച്ച്, അതായത് നമുക്ക് സൗകര്യമുള്ള ദിവസങ്ങൾ ദേവസ്വം ആധ്യാത്മിക ഹാള് ബുക്കിംഗ് കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ദേവസ്വത്തിലെ 2 ആധ്യാത്മിക ഹാളുകളാണുള്ളത്. ഒന്ന് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു ഹാളുണ്ട്, അതല്ലാത്ത ഒരു ഹാളുണ്ട്. രണ്ടും അടുത്തടുത്ത് വരുന്ന ഹാളുകളാണ്. അപ്പോൾ ഏത് ഹാളാണ് നമുക്ക് പറ്റുകയെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ റേറ്റ് ഏതാ നോക്കിയിട്ട് ദേവസ്വത്തിലെ ഏത് ദിവസങ്ങളാണ് അത് ഒഴിവുള്ളതെന്ന് നോക്കിയിട്ട് നമുക്ക് ആചാര്യനെ നിശ്ചയിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതല്ലാതെ ദേവസ്വത്തിൽ അടിയന്തരമായിട്ട് നടക്കുന്ന സപ്താഹങ്ങൾ അത് ദേവസ്വം വക തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. അടുത്ത ചോദ്യം, ദേവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരിൽ ഒരു ദിവസം വന്ന് ഭജന ഇരിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും തരത്തിലുള്ള ഷീറ്റ് എടുക്കണമെന്ന്. ഷീറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. താഴെ കൊടുക്കാൻ മറന്നു പോകും. ആസ് യൂഷ്വൽ വിഷ്ണു മറന്നു പോകുമെന്ന് എനിക്ക് ഉറപ്പുള്ള കാരണം താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല. മുകളിൽ കൊടുക്കാമെന്നൊക്കെ പറയേണ്ട കേട്ടോ. വെറുതെ പറയൽ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ലിങ്ക് ഞാൻ കൊടുക്കണില്ല. നമ്മുടെ ഈ ഒരു ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ എന്നുള്ള പേജിൽ ഒരു ദിവസത്തെ ഭജന ഇരിക്കുന്നതിൻ്റെ വിധി എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കൂ. ഇൻ കേസ് കിട്ടിയിട്ടില്ല വെച്ചാൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. ഞാൻ ലിങ്ക് അയച്ചു തരാം. 8111937939 ഇങ്ങനെയാണ് എൻ്റെ നമ്പർ വരുന്നത്. ഈ നമ്പറിൽ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ ആ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ നമ്പർ വേറൊരു ചേച്ചിയും കൂടി ചോദിച്ചിരുന്നു, ഇന്നലെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഞാനൊരു തവണയും കൂടി പറയുകയാണ്,
8111937939. ഇതാട്ടോ നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി കേട്ടോ. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം. അടുത്ത ചോദ്യം. മിനി സദൻ എന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ സ്വപ്നം കണ്ടു ഇത്രയും ഞാൻ ആ ഒരു മരപ്രഭുവിൻ്റെ ചുവട്ടിൽ നിന്നിട്ട് ചോദ്യോത്തരങ്ങൾ വായിക്കുന്നത്. വളരെ ഡീപ്പായിട്ട് മനസ്സിലേക്ക് എടുക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ സ്വപ്നത്തിൽ കാണുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ 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 നന്ദിയുണ്ട്. ശരിക്കും ഇന്ന് മരപ്രഭുവിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് എടുക്കാമായിരുന്നു. ഇന്ന് അന്തരീക്ഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആസ് യൂഷ്വൽ ഇന്ന് വിഷ്ണുവിന് നല്ല തിരക്കാണ്. ഈ ആഴ്ച മുഴുവനും വിഷ്ണുവിന് നല്ല തിരക്കുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ ഓഫീസാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ ഇന്നും കൂടെ ഇൻഡോർ ഷൂട്ട് ആക്കിയത്. നാളെ പുറത്ത് വെച്ച് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. സന്ധ്യാശരത്ത് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കേളികൊട്ടും കേളിക്കായും ഒന്നാണ് കേട്ടോ. കേളികൊട്ടിനെ കേളിക്കായി എന്നാണ് വഴിപാട് ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. കേളിക്കായി എന്ന പേരാണ്. കേളികൊട്ടിനെ തന്നെയാണ് കേളിക്കായി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം. സുജിത മനോജ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, മമ്മിയൂർ തൊഴുന്നത് ഗുരുവായൂരപ്പനെ തൊഴുതിട്ടാണോ എന്ന്. അങ്ങനെയാണ് വിധി എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എടത്തരികത്തുകാവിൽ അമ്മയെ തൊഴുതിട്ട് പ്രദക്ഷിണം വെക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാൽ മാത്രമേ ഗുരുവായൂർ അമ്പലത്തിലെ ദർശന ക്രമീകരണം പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നും, അങ്ങനെ സാധിക്കാത്തവരാണെങ്കിൽ ഇവിടെ നിന്ന് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മടിയുള്ള ഭക്തരൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് തൊഴാറാണ് പതിവ്. പക്ഷെ മമ്മിയൂർ അമ്പലവും ഗുരുവായൂർ അമ്പലവും 1 കിലോമീറ്റർ ചുറ്റളവിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം മമ്മിയൂരപ്പനെയും കൂടി തൊഴുതാലാണ് ആ ഒരു ദർശനം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലം 3 മണിക്ക് തുറക്കും. മമ്മിയൂർ അമ്പലം ഇപ്പോൾ പണികൾ നടക്കുകയാണ്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവും. അതല്ലെങ്കിൽ 4:30 തുറക്കും കേട്ടോ. ഇപ്പം 5:30 മണിയാകുമ്പോഴേക്കും രാവിലെ തുറക്കും. ഇപ്പോൾ 10 മണി വരെയുള്ളൂ രാവിലെ ദർശനം, 10 മണി വരെയുള്ളൂ. ശരിക്കും 12:30 വരെയുണ്ട്. പക്ഷേ ഇപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ പണി നടക്കുകയാണ്, അതുകൊണ്ട് രാവിലെ 10 മണി വരെയുള്ളൂ. വൈകുന്നേരം ശരിക്കും 4 മണിക്ക് തുറക്കുന്നതാണ്. ഇപ്പോൾ 5:30 മണിക്കേ തുറക്കുള്ളൂ. 5:30 മണി തൊട്ട് 8:30 മണി വരെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴുതതിന് ശേഷം മമ്മിയൂരപ്പനെയും കൂടി തൊഴാൻ സാധിക്കട്ടെ കേട്ടോ. അടുത്ത ചോദ്യം. അനിരുദ്ധ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ സപ്താഹം വായന എന്നാൽ സപ്താഹം വായിക്കുക മാത്രം, ഭാഗവതവും നാരായണിയൊക്കെ വായന മാത്രമാണോ അതോ അർത്ഥവും കൂടി പറയുമെന്ന് കേട്ടോ. സപ്താഹ വായനയിൽ എപ്പോഴും അർത്ഥവും കൂടി പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നാരായണീയം സപ്താഹം കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ കുറച്ച് വായനയും ഒരുപാട് നേരം കഥ പറയലുമാണ്. അതുകൊണ്ട് നാരായണീയ സപ്താഹം കേൾക്കാൻ ഭയങ്കര ഉത്സാഹം തോന്നാറുണ്ട്. എന്നാൽ ഭാഗവത സപ്താഹത്തിനോട് അത്ര തന്നെ അവിടെ ഉത്സാഹം തോന്നാറില്ല. ഒന്നാമത് എനിക്ക് ഭാഗവതം വായിക്കാൻ അറിയില്ല, അതുകൊണ്ടായിരിക്കാം. രണ്ടാമത് ഭാഗവതം കുറേ നേരം വായനയും കുറച്ച് നേരം കൊണ്ട് കഥ പറയലുമാണ്. അപ്പോൾ കഥ സ്വാഭാവികമായിട്ടും ചുരുക്കി പറയേണ്ടി വരുമല്ലോ. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ നമുക്ക് കഥയായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മളുടെ മനസ്സിലേക്ക് നല്ലോണം കയറുമല്ലോ. അതുപോലെയല്ലല്ലോ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ. അപ്പോൾ അതൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. അപ്പോൾ സപ്താഹത്തിൽ അർത്ഥവും വ്യാഖ്യാനവും അതുപോലെ തന്നെ ഗദ്യവും രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സപ്താഹങ്ങൾ നടക്കാറുള്ളത് കേട്ടോ. പക്ഷെ നമ്മൾ നമ്മുടെ ഗൃഹങ്ങളിലിരുന്ന് സപ്താഹം വായന എന്ന് പറയുന്നത് ഗദ്യപാരായണം മാത്രം ആണ് കേട്ടോ. അടുത്ത ചോദ്യം. സിമി ശ്യാം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, വിവാഹ തടസ്സം മാറി വിവാഹം പെട്ടെന്ന് നടക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്വയംവരം കൃഷ്ണനാട്ടങ്ങളി ഷീട്ടാക്കാം. കൃഷ്ണനാട്ടങ്ങളി ഇനി സെപ്റ്റംബറിലേ ഉള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ ഷീട്ടാക്കാം. അതല്ലെങ്കിൽ താമ്പൂലം വഴിപാട് നടത്തുന്നത് അത് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യാറുള്ളത്. ഗുരുവായൂരപ്പന് അത്താഴ പൂജയ്ക്ക് വെറ്റിലടക്കി നേദിക്കുന്നതിനെയാണ് താമ്പൂലം വഴിപാട് എന്ന് പറയുന്നത്. 2 രൂപയാണ് താമ്പൂലം വഴിപാട് ഒരു ദിവസത്തേക്ക് ഷീട്ടാക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ച് 41 ദിവസത്തേക്കോ 21 ദിവസത്തേക്കോ അതല്ലെങ്കിൽ 1 വർഷത്തേക്കോ ഒക്കെ ആയിട്ടാണ് ഷീട്ടാക്കാറുള്ളത്. അപ്പോൾ സിമിക്ക് അങ്ങനെ ഷീട്ടാക്കാൻ സാധിക്കട്ടെ ഇനി വരണ സമയത്ത്. അതല്ലെങ്കിൽ ഓൺലൈനിൽ വെബ്സൈറ്റ് വഴി ഷീട്ടാക്കാൻ പറ്റുമോ നോക്കൂ. ഇൻ കേസ് ഷീട്ടാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. 9846937939 ഇതാണ് വിഷ്ണുവിൻ്റെ നമ്പർ. ഈ അടുത്ത കാലത്തായിട്ട് ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ വഴിപാടുകൾ ഷീട്ടാക്കി നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്തോളൂ.
മാക്സിമം നമ്മൾ ആ ഒരു വെബ്സൈറ്റിലൂടെ തന്നെ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ. അത് ഫെയിലിയർ ആവുകയാണെങ്കിൽ വിഷ്ണുവിനെ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഗുരുവായൂർ ദേവസ്വം ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ലിങ്ക് എന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ID നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാം. ഒട്ടും നിവർത്തിയില്ലെങ്കിൽ മാത്രമേ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനെ ഡിപ്പെൻഡ് ചെയ്യണ്ടൂ കേട്ടോ. അടുത്ത ചോദ്യം, മോളി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന് തുലാഭാരത്തിന് റെസിപ്റ്റ് എവിടുന്നാണ് എടുക്കേണ്ടത്, അതോ അപ്പം തന്നെ നടത്താൻ സാധിക്കുമെന്ന്? തുലാഭാരം വഴിപാട് നടത്താൻ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ലഭ്യമായ ദ്രവ്യങ്ങളാണെങ്കിൽ നമ്മൾ ആ സമയത്ത് അവിടെ ചെന്നാൽ മാത്രം മതി. ചെന്നിട്ട് പറയേ വേണ്ടൂ, ഇന്ന സാധനം കൊണ്ടാണ് നമുക്ക് വഴിപാട് ചെയ്യാനുള്ളത്, തുലാഭാരം നടത്താനുള്ളത് എന്ന്. അത് അപ്പം തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും കേട്ടോ. ഇനി അതിൻ്റെ വില പട്ടിക നമ്മളുടെ തന്നെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ ആ തുലാഭാരം കൗണ്ടറിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് എല്ലാ ദ്രവ്യങ്ങളുടെയും, അവിടെ ലഭ്യമായ ദ്രവ്യങ്ങളുടെ പേരും അതിൻ്റെ വില പട്ടികയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കിയിട്ട് നമുക്ക് അകത്തേക്ക് കടന്ന് ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ലക്ഷ്മി പ്രവീൺ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കും വിദ്യാഭ്യാസത്തിന് തടസ്സമൊന്നും ഉണ്ടാവാതിരിക്കാനും ഗുരുവായൂരപ്പന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന്. എന്നെ ഏറ്റവും കൂടുതൽ വിവാദത്തിലാക്കിയ ചോദ്യമാണ് ഇത്. പക്ഷെ ഞാൻ ഈ ചോദ്യത്തിന് ആര് ചോദിച്ചാലും ഇപ്പോഴും മറുപടി പറയുന്നതാണ് കേട്ടോ. വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് നമുക്ക് വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാം ശ്രീ ഗുരുവായൂരപ്പന്. കൃഷ്ണനാട്ടം കളിയിലാണെങ്കിൽ ജീവിത വിജയത്തിന് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബാണയുദ്ധം ഷീട്ടാക്കാറുണ്ട്. ജീവിത വിജയത്തിന് അല്ലെങ്കിൽ അഭീഷ്ടകാര്യ സിദ്ധിക്ക് എന്ന് പറഞ്ഞ് ബാണയുദ്ധം ഷീട്ടാക്കാറുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ രംഗം, അതായത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിദ്യാഭ്യാസ രംഗം വരുന്നത് രുക്മിണീ സ്വയംവരം കഥയിലാണ്. രുക്മിണീ സ്വയംവരം കഥ തുടങ്ങുന്നത് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ രാമകൃഷ്ണന്മാർ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം തൊട്ടിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് സ്വയംവരം കൃഷ്ണനാട്ടങ്ങളെ ഷീട്ടാക്കുന്നവരുമുണ്ട്. ഇതല്ലെങ്കിൽ നമുക്ക് വിദ്യാഗോപാല മന്ത്രം ചൊല്ലി നമസ്കരിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് പേനയും പുസ്തകവും ഗുരുവായൂരപ്പന് എടുത്ത് സമർപ്പിക്കാം. നോട്ട് ബുക്ക് കൊണ്ട് തുലാഭാരം തൂക്കാം. അതൊക്കെ ഭക്തജനങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഔചിത്യം പോലെ നിങ്ങളുടെ ധനസ്ഥിതിക്കനുസരിച്ച് എന്തെങ്കിലും ഒരു വഴിപാട് ഗുരുവായൂരപ്പന് നേരിനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഈ ഒരു പേനയും പുസ്തകവും ഒക്കെ കൊണ്ടുപോയി ഗുരുവായൂരപ്പന് കൊടുത്താൽ ഭഗവാൻ നേരിട്ട് പോയി പരീക്ഷ എഴുതുമോ, അതല്ലെങ്കിൽ പേന എഴുന്നേറ്റ് നിന്ന് പരീക്ഷ എഴുതുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു വിവാദമാക്കിയത്. ഇതൊക്കെ നമ്മളുടെ വിശ്വാസമാണ്. പേന ചിലപ്പോൾ തന്നെ എഴുന്നേറ്റ് നിന്ന് പരീക്ഷ എഴുതി എന്നൊക്കെ വരും. നമ്മൾ ഗുരുവായൂരപ്പനെ, നമ്മുടെ പൊന്നുണ്ണി കൃഷ്ണനാണ്, എന്തും സാധ്യമാക്കി തരാൻ അദ്ദേഹത്തിന് സാധിക്കുക തന്നെ ചെയ്യും. ഉദാഹരണമാണ് ഞാൻ. അടുത്ത ചോദ്യം കേട്ടോ. ഹർമ്യ മനോഹരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, മകന് തുലാഭാരം നേർന്നിരുന്നു, എന്ത് വസ്തു കൊണ്ടാണ് നേർന്നതെന്ന് മനസ്സിലായില്ല, ഓർമ്മയില്ല. അങ്ങനെ ആവുമ്പോൾ 2 വയസ്സുള്ള മകൻ്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് തുലാഭാരം തൂക്കേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇപ്പം എന്താ പറയുക, മറന്നുപോയിന്ന്. ഇതിന് മുമ്പേ ഞാനൊരു വഴിപാട് ഇതേപോലെ തന്നെ തുലാഭാരത്തിൻ്റെ കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു നേർന്ന ദ്രവ്യത്തിൻ്റെ ആ ഒരു വില താങ്ങാൻ സാധിക്കണില്ല, അപ്പം എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് അതിന് ഞാൻ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നിയ മറുപടി ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ എൻ്റെ അച്ഛനെ വരെ ചീത്ത പറഞ്ഞുകൊണ്ടാട്ടോ മെസ്സേജ് അയച്ചിരിക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെയാണോ പറയുക, നിങ്ങളുടെ ഇഷ്ടത്തിനാണോ വഴിപാട് പറയുക എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ അത് ആ ഒരു വില അവർക്ക് താങ്ങാൻ സാധിക്കണില്ല പറഞ്ഞു. അപ്പം എന്താ ചെയ്യുക, പിന്നെ അതിന് പകരമായിട്ട് തീർത്ഥം കൊണ്ട് തുലാഭാരം തൂക്കിയിട്ട് ഏത് ദ്രവ്യമാണോ ഉദ്ദേശിച്ചത് അതിൻ്റെ 1 കിലോ കൊണ്ടുപോയി സമർപ്പിച്ചോളൂ എന്ന് ഞാനുണ്ടല്ലോ ഈ ഒരു സത്സംഗം വീഡിയോ മുഴുവനായിട്ടും ഇപ്പോൾ ഞാനൊരു എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ അതേമാതിരി തന്നെ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സാധിക്കില്ല. ഇതെല്ലാം ഗുരുവായൂരപ്പൻ പറയിപ്പിക്കുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് കണ്ടുകഴിഞ്ഞാൽ ശരിക്കും വിഷമവും, എവിടെയോ ഇരിക്കണം എൻ്റെ അച്ഛനെ വരെ പറഞ്ഞു എന്ന് പറയുമ്പോഴേ. പക്ഷെ സാറില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ നിർത്തുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ മറന്നുപോയി എന്നാണ് പറയണത്, എന്തുകൊണ്ടാണ് തുലാഭാരം തൂക്കേണ്ടതെന്ന്. അപ്പോൾ മനസ്സിൽ ആദ്യം എന്താണോ തോന്നുന്നത് അതുകൊണ്ട് തുലാഭാരം ചെയ്തോളൂ കേട്ടോ. ആദ്യം തോന്നുന്നത് ഇപ്പോൾ മഞ്ചാടി കൊണ്ട് തുലാഭാരം തൂക്കാനാണെങ്കിൽ മഞ്ചാടി എന്ന് വിചാരിച്ചോളൂ കേട്ടോ. എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അത് വെച്ചിട്ട് ഗുരുവായൂരപ്പന് തുലാഭാരം നേർന്നോളൂ. ഇനി മറക്കാതിരിക്കാൻ എഴുതി വെച്ചോളൂ. അടുത്ത ചോദ്യം,
റീമ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റ് എന്താണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. www.guruvayurdevatham.com എന്നുള്ളതാണ് ഗുരുവായൂരപ്പൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഞാനിങ്ങനെ ഓരോ അബദ്ധങ്ങൾ പറയുമ്പോൾ അതിനെ പിടിച്ച് ട്രോളൊന്നും ഉണ്ട് ആൾക്കാർ. അപ്പോൾ ഗുരുവായൂർ ദേവസ്ഥത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇതാണ്, താഴെ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് സുന്ദരൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ ശിവേലി സമയത്ത് 2 ആനകളെ കാണുന്നു, അതെന്താണെന്ന്. ഒരാനയെ അധികമായിട്ട് അവിടെ നിർത്തുന്നതാണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അടുത്ത ഒരാനേനെ ആനക്കോട്ടയിൽ നിന്ന് വരുത്തിയിട്ട് പോരല്ലോ അടുത്ത ഭഗവാന്റെ ചടങ്ങ്. അപ്പോൾ ഒരാനയെ കൂടെ സ്പെയറായിട്ട് കരുതുക പറയില്ലേ, കരുതലായിട്ട് നിൽക്കുന്ന ആനയാണ് കേട്ടോ. ഒരാനയെ തന്നെയാണ് എല്ലാ ദിവസവും എഴുന്നള്ളിക്കുന്നത്. 3 ആനയെ എഴുന്നള്ളിക്കും മണ്ഡലക്കാലത്ത്. മണ്ഡലം വൃശ്ചികം 1-ാം തീയതി തൊട്ടിട്ട് വൃശ്ചിക മാസത്തിൽ മാത്രം, മണ്ഡലം മുഴുവനായിട്ടില്ല, 3 ആനയെ എഴുന്നള്ളിക്കാറുണ്ട്. ബാക്കിയുള്ള എല്ലാ സമയത്തും ഒരാന തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ കാഴ്ച ശിവേലിക്കാണ് ഒന്നിലധികം ആനകളെ എഴുന്നള്ളിക്കാറുള്ളത്. അടുത്ത ചോദ്യം പ്രജീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, കുഞ്ഞിന് വേണ്ടി 11 വയസ്സുള്ള കുട്ടി രാത്രി ഉറക്കത്തിൽ കാലിന് എന്തോ ഒരു ശക്തി കയറിയ പോലെ അധിക ദിവസവും ഉണ്ടാവാറുണ്ട്. അതിനെന്തെങ്കിലും വഴിപാട് ഗുരുവായൂരപ്പന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതിനിപ്പോൾ ഗുരുവായൂരപ്പന് കുട്ടിയെ തൊട്ട് നാമം ജപിക്കുക, എല്ലാ ദിവസവും കുട്ടിയെ തൊട്ട് നാമം ജപിക്കുക. കിടക്കുന്നതിന് മുമ്പായിട്ട് എത്ര നാമം ജപിക്കാൻ പറ്റുമോ അത്രയും നാമം കുട്ടിയെ തൊട്ട് ജപിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് എൻ്റെ വായിൽ വരുന്നത് കേട്ടോ. എനിക്ക് വേറൊരു വഴിപാടും പറഞ്ഞു കേട്ടതായിട്ട് അറിയില്ല. നോക്കൂ, നമുക്ക് എല്ലാവർക്കും വേറെ വേറെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എൻ്റെ പ്രായവും കുറവായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ പുതിയ പുതിയ പ്രശ്നങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തന്നെ അറിയണത് ഞാനിപ്പോഴാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വഴിപാട് ചോദിക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ എന്താണോ വരുന്നത് അതാട്ടോ ഞാൻ പറയണേ. അപ്പോൾ ഞാനൊന്നുകൂടി ആചാര്യന്മാരോടൊക്കെ ചോദിക്കാം. ഇന്ന് എനിക്ക് തോന്നിയ വഴിപാട് ഇപ്പോൾ ഇതാണ്, നാമം ജപിക്കുക, കുട്ടിയെ തൊട്ട് എല്ലാം നേരെയാവുന്നു കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കുട്ടികളുണ്ടാവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അതിന് ഞാൻ മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവതാരം കൃഷ്ണനാട്ടംകളി, അതുപോലെ കദളിപ്പഴം. അതിൻ്റെ അടിയിലെ കമൻറ്റ് ഒന്ന് നോക്കി നോക്കൂ. ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഒരുപാട് വഴിപാടുകൾ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അവരുടെ അനുഭവം, പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പല പല വഴിപാടുകളാണ് പലരും പറഞ്ഞിരിക്കണേ. അപ്പോൾ ഓരോരുത്തരും അവർക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗുരുവായൂരപ്പനാണ്, നമുക്ക് എന്താ ചെയ്യാൻ തോന്നുക എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ തന്നെ തോന്നിക്കും, അത് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഇതിനടിയിൽ തന്നെയുണ്ട്. നാളെ ഞാൻ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇന്നത്തെ ചോദ്യത്തിൻ്റെ ആരും ഓർമ്മിപ്പിക്കേണ്ട കേട്ടോ. ഞാൻ രണ്ടാമത് ഇതന്നെ വായിച്ചോളാം. ഇന്നത്തെ വീഡിയോൻ്റെ താഴെയുള്ള ചോദ്യങ്ങളും കൂടി നാളെ ഉൾപ്പെടുത്തുന്നതാണ്. നാളെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൊണ്ടുവരാം. ഒപ്പം ഇന്ന് എന്തൊക്കെ സംശയങ്ങളാണ് ഉള്ളത് വെച്ചാൽ ചോദിച്ചോളൂ. പിന്നെ എല്ലാവരും എനിക്ക് മെസ്സേജ് അയക്കേണ്ടത് വിഷ്ണുവിന് എങ്ങനെയുണ്ട്, വിഷ്ണുവിന് മാറിയോ, വിഷ്ണുവിന് കോൾഡാണ്, അങ്ങനെ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ലൈവ് ഇടയ്ക്ക് വെച്ച് നിർത്തിയ കാരണമാണ്. ശാരീരിക അസ്വാസ്ഥ്യം മൂലം ഇന്നലെ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ ചെറുതായിട്ട് തൊണ്ടവേദനയുണ്ട്, പക്ഷെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, ഉഷാറായിട്ടിരിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ലൈവ് ഉണ്ടാവും എന്നാണ് വിഷ്ണു പറയണത്. അപ്പോൾ എല്ലാവരും ലൈവ് കാണാൻ മറക്കരുത്. വൈകുന്നേരം 5:50 തുടങ്ങി ഒരു കുളപ്രദക്ഷിണവും പിന്നെ ദീപാരാധനയോടും കൂടിയാണ് നമ്മുടെ ആ ഒരു ലൈവ് അവസാനിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ലൈവും കാണണം. നാളെ ചോദ്യോത്തരങ്ങളും കൊണ്ടുവരാം കേട്ടോ. നന്ദി.